രണ്ട് രാജാക്കന്മാർ 15-ാം അധ്യായം. അസാരിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബാമിൻ്റെ 27-ാം ഭരണവർഷം യൂദാ രാജാവായ അമാസിയായുടെ പുത്രൻ അസാരിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ച് ജെറുസലേമിലെ യക്കോലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവായ അമാസിനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം വർദ്ധിച്ചു. ഇങ്ങനെ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവനിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു. പുത്രൻ യഥോം കൊട്ടാരത്തിൻ്റെ അധികാരിയായി രാജ്യഭരണമേറ്റു. അസാരിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസാരിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ. സക്കറിയ. യൂദാ രാജാവായ അസരിയയുടെ 38-ാം ഭരണവർഷം യെറൊബാമിൻ്റെ പുത്രൻ സക്കറിയ സമറിയയിൽ ഇസ്രായേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നൊബാത്തിൻ്റെ പുത്രനായ ജെറോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിൻ്റെ പുത്രൻ ഷല്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇസ്ലേയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സക്കറിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ഷെല്ലു. യൂദാ രാജാവായ ഇസ്സിസിയായുടെ 39-ാം ഭരണവർഷം യാബേഷിൻ്റെ പുത്രൻ ഷെല്ലും ഭരണമേറ്റു. സമറിയയിൽ 1 മാസം ഭരിച്ചു. ഗാദിൻ്റെ പുത്രൻ മനാഹീം തിർസായിൽ നിന്ന് സമറിയയിൽ വന്ന് യാബേഷിൻ്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ച രാജാവായി. ഷെല്ലൂമിൻ്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പോ നിവാസികൾ നഗരവതിൽ തനിക്ക് വേണ്ടി തുറക്കാത്തതിനാൽ മെനീഹാം നഗരത്തെയും നിവാസികളെയും തിർസാമുകളുടെ അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മനാഹാം. യൂദാ രാജാവായ അസീറിയയുടെ 39-ാം ഭരണവർഷം ഗാദിയായുടെ പുത്രനായ മനേഹാം ഇസ്രായേൽ ഭരണമേറ്റു. അവൻ 10 വർഷം സമറിയയിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസീറിയ രാജാവായ പുൽ ഇസ്രായേലിനെതിരെ വന്നു. തൻ്റെ രാജ്യപദവിക്ക് ഇളക്കം തട്ടാതിരിക്കുവാൻ മെനാഹം അവന് 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹം ഇസ്രായേലിൻ്റെ എല്ലാ ധനികരിലും നിന്ന് 50 ഷെക്കൽ വീതം ശേഖരിച്ചതാണ് ഈ പണം. അസീറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനേഹാമിൽ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനേഹാം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ. യൂദാ രാജാവായ അസീറിയയുടെ 50-ാം മരണവർഷം മെനാഹാമിൻ്റെ പുത്രൻ പെക്കാരിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമറിയയിൽ 2 വർഷം ഭരിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രൻ യെറോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാജിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗിലായാരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമറിയയിലെ കൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായി വധിച്ച രാജാവായി. പെക്കാഹിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ്. യൂദാ രാജാവായ സക്കറിയയുടെ
52-ാം ഭരണവർഷം റാമായിലെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബാം ഇസ്രായേലിനെ കൊണ്ട് ജയിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൻ, ആബേൽ, ബെത്മാക്ക, യനോക്ക, കേദേശ്, ഏസോർ, ഗിലിയാദ്, ഗലീലി എന്നിങ്ങനെ നാപ്തായില ദേശം മുഴുവൻ അസിറിയക്കാരായ തിഫാപിസേൽ കീഴടക്കി. ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഉസ്സിയായുടെ മകൻ യഥോമാമിൻ്റെ 20-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയയുടെ പുത്രൻ പെക്കാഹിയാനേൽ ഗൂഢാലോചന നടത്തി. അവനെ വധിച്ച രാജാവായി. പെക്കാഹിയ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരുന്നല്ലോ. യൂദാ രാജാവ് യോഥാം റമാദിയായുടെ പുത്രൻ പെക്കാഹിൻ്റെ 2-ാം ഭരണവർഷം യൂദാ രാജാവായ ഇസിസിയുടെ മകൻ യാഥോം ഭരണമേറ്റു. അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സോദോക്കിൻ്റെ മക്കളായ യറൂഷയും ആയിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ഇസിയായെപ്പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാവിധികൾ നശിപ്പിച്ചില്ല. ജവനം അവയിൽ ബലികളും ധൂപങ്ങളും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചു. യഥോമാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീലിനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്ക് എതിരായി അയച്ചു തുടങ്ങി. യാഥോവും പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിനെ ഈ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.